എടാ നമുക്കിന്ന് 2-3 വണ്ടികളുടെ വർക്ക് ചെയ്യാനായിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമ്മളുടെ മാഡ്രാക്കിൻ്റെ ഒരു ക്യാബിൻ്റെ ഡ്രൈവർ ക്യാബിൻ്റെ മുകളിലുള്ള ഒരു ബോക്സ് നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സൽമാൻസിൻ്റെ കുറച്ച് വർക്കുകൾ നമുക്കിന്ന് സെറ്റ് ചെയ്യണം. പിന്നെ അതിന് പുറമെ നമ്മളുടെ കിങ്സ്മാൻ്റെ വണ്ടിയും ഇന്ന് വർക്ക് എടുക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു തിരക്കൂടിയൊരു ദിവസമാണിന്ന്. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ലോഡുണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ എല്ലാവരും വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഈ മാഡ്രാക്കിൻ്റെ ഒരു ഡ്രൈവർ ക്യാബിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു ബോക്സാണ് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ചെറിയ 2 സ്പീക്കറിൻ്റെ ബോക്സുകൾ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കിന്ന് മാഡ്രാക്കിനകത്ത് കയറ്റണം. അപ്പോൾ ഇവിടെ പ്രിയനും ബാബയും കൂടി അതിനകത്ത് ക്ലോത്തും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പരിപാടി ഏകദേശം ഫിനിഷ് ആവാറായി. അങ്ങനെ അതൊക്കെ ഏകദേശം ഫിനിഷ് ആയി വന്നപ്പോഴത്തേക്കും മൂസകളെയും ബാക്കി സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇന്ന് തന്നെ മാഡ്രാക്കിനകത്ത് സെറ്റ് ചെയ്ത് വണ്ടി വിടേണ്ടതാണ്. വണ്ടിക്ക് ഓട്ടവും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് അധികം പിടിച്ചിടാനായിട്ടും പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാക്സിമം ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് വിടാൻ പറ്റുമെങ്കിൽ വിടണം. അങ്ങനെ നമ്മൾ വണ്ടിക്കകത്ത് സൗണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും ഫോൾട്ടായിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഈ ഒരു വണ്ടിയുടെ വർക്കുകളിലേക്ക് കിടക്കാം. പിന്നെ അത്യാവശ്യം നല്ല യാത്രക്കാർക്ക് കയറാനുള്ള സൗകര്യത്തിനായിട്ട് മൂസാളിയും വണ്ടി നല്ല താത്തിയാണ് ഇട്ടിരിക്കുന്നത്. കണ്ടോ, കയറാനൊക്കെ നല്ല എളുപ്പമാണ്. അത്യാവശ്യം നല്ല മനുഷ്യപ്പറ്റുള്ളൊരു മനുഷ്യനാണ് മൂസാളി. അതുകൊണ്ടാണ് ആളി ഇങ്ങനെ പരോപകാരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ അച്ചും സുഹിത്തണ്ണും കൂടി ലൈറ്റിൻ്റെ പരിപാടിയിലാണ്. പിന്നെ നമ്മളുടെ ബ്ലാക്ക് ട്രാവലറിൻ്റെ വർക്ക് ഇവിടെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അകത്ത് കയറാനുള്ള ഒരു പഞ്ച് ബോക്സ് എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് പരിപാടികളും കൂടിയേ ഉള്ളൂ. ഇതും ഉടനെ തന്നെ ഇറങ്ങി പോകും. ഇതുപോലെ ഇതിൻ്റെ റൂഫിൽ വന്നിരിക്കുന്ന ബോക്സ് ഉണ്ടോ, അതുപോലത്തെ ഒരു ബോക്സാണ് നമ്മൾ മാഡ്രാക്കിനകത്ത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളുടെ കുഞ്ഞുവാവെന്ന് പറഞ്ഞിട്ടൊരു ചെറിയ വണ്ടി അവിടെ വർക്കിന് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ടൈമാണ് കേട്ടോ. ഒരുപാട് വണ്ടികൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വർക്കിന് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പീക്ക് ടൈമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മളുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സൽമാൻസിൻ്റെ വണ്ടിക്കകത്ത് ആ ഒരു നെയിം ബോർഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതാ ഇവിടെ അഖിലും ടീമും കൂടി അതിൻ്റെ വർക്കിലാണ്. അപ്പോൾ ആ ഒരു നെയിം ബോർഡിൻ്റെ പരിപാടികൾ ഇവിടെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അളവും കാര്യങ്ങളെല്ലാം എടുത്ത് അതിൻ്റെ സാധനങ്ങളെല്ലാം കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് അത് ഓരോന്നോരോന്നായിട്ട് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെറുതെയൊക്കെ ഇരിക്കുകയല്ലേ. അപ്പോൾ അയ്യോ, അങ്ങനെ നമ്മളിവിടെ ഒരു സൽമാൻസിൻ്റെ നെയിം ബോർഡ് സെറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടൈമിലാണ് നമ്മളുടെ കിങ്സ്മാൻ്റെ എൻട്രി വരുന്നത്. നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഇറങ്ങി വരുന്നു. നല്ല അടിപൊളി ഒരു ഫ്രെയിമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അത് നെയിം ബോർഡ് സെറ്റ് ചെയ്യാനായിട്ട് അച്ചു സാറും വന്നിട്ടുണ്ട്. അപ്പോൾ അഖിലളിയും അച്ചു സാറും കൂടിയാണ് ഈ നെയിം ബോർഡ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വാവ എനിക്ക് തോന്നുന്നു കിങ്സ്മാനിലോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സ്ഥലമില്ല. ഇവിടെ എല്ലാം വണ്ടികൾ നിറഞ്ഞു കിടക്കുന്നുമുണ്ട്. അതുകൊണ്ട് കിങ്സ്മാൻ ആ ഒരു ഇറങ്ങി വന്ന ആ ഒരു വഴി തന്നെയാണ് ഇപ്പോഴും ഇട്ടിരിക്കുന്നത്. പിന്നെ ഇനി ഇത് പതുക്കെ എടുത്തിട്ട് നമുക്ക് പറ്റുമെങ്കിൽ അങ്ങ് ബാക്കിൽ കൊണ്ടുപോകണം. ഇവിടെ ഇത്ര വണ്ടികൾ നിറഞ്ഞു കിടക്കുന്നുണ്ട്, ഇതിന് പോകാനുള്ളൊരു ഗ്യാപ്പില്ല. അല്ലെങ്കിൽ പിന്നെ ഈ സൽമാൻസിന് വണ്ടി നമ്മളെടുത്തിട്ട് ബാക്കിലേക്ക് മാറ്റി ഇടണം. സ്വർണ്ണമാല അതാ ഡാഡി എന്താണ് ബിസിനസ് ആണോ ഇതൊരു ആ പാവത്തിന് നീ പറ്റിച്ചു ഇല്ലേ? സീനാണ്, സമ്മതിക്കൂല. ഇതിന്റെ മേളില് ഈ സാധനത്തിന്റെ മേളില് എടാ 2 ലെയർ ക്രീം ബിസ്ക്കറ്റ് പോലെ ഇതിന്റെ മേളിൽ തന്നെ എടാ ഈ പൊട്ടിച്ചിന്റെ മേളില് ആ ക്രീം ബിസ്ക്കറ്റ്. ബുദ്ധിമാനായ ബാബ ഇത് കട്ട് ചെയ്യൂലേ? കൈ ഒഴിവില്ല, ഫോക്കസ് ആവാനായിട്ട് മൂക്കുണ്ടാക്കാണ് കേട്ടോ ആ പീന്ന്. എന്നാലേ എനർജിയില്ല ചോദ്യമൊക്കെ. പണി പറഞ്ഞു കഴിയുമ്പോ പിന്നെ എനർജി എങ്ങോട്ട് പോകുന്നെന്ന് മഷിയിട്ട് നോക്കി.
നിനക്കിവിടെ പണികൾ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ആ ഒരു നെയിം ബോർഡ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബേസിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അവിടെ പോയിട്ട് ഇനി നെയിം ബോർഡ് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് വിടാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വണ്ടി നമുക്കിനി ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി കൊടുക്കണം. ഒതുക്കി കൊടുത്തിട്ട് ഈ ഒരു കിങ്സ്മാൻ്റെ വണ്ടി ബാക്കി കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഇനി അതും ഒരു ടാസ്ക്കാണ്. ഇവിടെ സൈഡിൽ വേറെയൊക്കെ വണ്ടി കിടക്കുന്നതുകൊണ്ട്. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് പോക്കറ്റ് അടിക്കുന്ന കാണിക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളങ്ങനെ അതും കാണിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു കിങ്സ്മാൻ്റെ വണ്ടിയുടെ അകത്തേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ക്യാബിൻ വരുന്ന ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ ഇവർ ട്രിപ്പ് കഴിഞ്ഞ് ഓടി വന്നതായതുകൊണ്ട് വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ നെയിം ബോർഡുണ്ട്. ആ ഡ്രൈവറിൻ്റെ മേളിൽ അത്യാവശ്യം നല്ലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്തും നമ്മൾ ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിനി അകത്തോട്ട് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അകത്ത് ആ ഒരു സെറ്റപ്പ്. അത്യാവശ്യം നല്ലൊരു ക്ലോത്താണ് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കാണാനും നല്ല രസമുണ്ട്. പിന്നെ ഈ ഒരു ബ്ലാക്ക് സീറ്റ് കവറും കൂടി വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല എടുപ്പുണ്ട്. അപ്പോൾ അതിനോട് മാച്ച് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ബ്ലാക്ക് കളറിൽ തന്നെ വരുന്ന ബ്ലാക്കിൽ റെഡ് വരുന്ന ആ ഒരു ക്യാബിനാണ് ഈ വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ എന്തായാലും ഇൻറ്റീരിയർ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ മാട്രാക്കിൻ്റെ ആ ഒരു ബോക്സ് ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട്. അതിൻ്റെ ലൈറ്റ് എല്ലാം കത്തിച്ച് നോക്കി എല്ലാ സാധനങ്ങളും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള ടൈം ആയി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതേസമയം തൊട്ടിപ്പുറത്ത് നമ്മുടെ സൽമാൻസിനകത്ത് കയറാനായിട്ടുള്ള ഒരു നെയിം ബോർഡും ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജിലായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി എല്ലാം ഒന്ന് കത്തിച്ച് നോക്കണം. കത്തിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വിടണം. അപ്പോൾ ഇതിൻ്റെയും വർക്ക് ആ ഒരു ഫൈനൽ സ്റ്റേജിലാണ്. അപ്പോൾ ഇതും ഉടനെ ഒരു വണ്ടിക്കകത്ത് കയറുന്നതായിരിക്കും. മാസം അടിച്ചടന്നോടാ, മാസം അടിച്ചടന്നോ. ഒന്നുമില്ല. മണ്ട കൊണ്ട് തള്ളിപ്പോകും. ഇല്ല, അവിടെ സ്പീക്കറിനെ തട്ടിയിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ആ സ്പീക്കറിൽ തട്ടിയിട്ടുണ്ട്. ഇടത്തില്ല. അത് മറ്റൊരു സത്യം. ഹലോ, ഇവിടെ ഉണ്ടോ? അവിടെ ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. കോളേജ് പോയിട്ട് വന്നേ. നീ പോകുന്നുണ്ടോ? ഇല്ല, ഈ കോളേജ് ഉണ്ട്. എവിടെ കറങ്ങി നടപ്പുണ്ട്.
കരയുന്നുണ്ടോ? അങ്ങനെ ഒരു ബോക്സ് അവിടെ സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് കയറാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ ഒരു ഫ്രണ്ടിലത്തെ കവറും കൂടി സെറ്റ് ചെയ്താൽ മതി. കവറും കൂടി സെറ്റ് ചെയ്തിട്ട് ആ ഒരു ലൈറ്റിൻ്റെ കണക്ഷനും കൂടി കൊടുക്കണം. അപ്പോഴേ ഇതിൻ്റെ ഒരു ഫിനിഷ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് അച്ചു എന്തായാലും അതെടുത്തുകൊണ്ട് വരുവാണ്. നമുക്കിതും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാഡ്രാക്കിൻ്റെ ആ ഒരു പരിപാടി നമുക്ക് കഴിയും കേട്ടോ. പിന്നെ മാഡ്രാക്കിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല വമ്പൻ അപ്ഡേറ്റുകളൊക്കെയാണ് വരാനായിട്ട് പോകുന്നത്. അതായത് നിലവിൽ ഈ ഒരു ഏരിയയിലെ ഏറ്റവും കിടിലൻ വണ്ടിയായിട്ട് ഈ ഒരു വണ്ടി മാറും. ആ രീതിക്കുള്ള അപ്ഡേറ്റുകളാണ് ഈ ഒരു മാഡ്രാക്കിൻ്റെ വണ്ടിക്ക് അതിന് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും അത് കാണാനായിട്ട് മാക്സിമം ഒന്ന് സബ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ബെല്ലൈക്കൺ കൂടി ഞെക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ഈ ഒരു കവർ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് സെറ്റ് ചെയ്യാം. എനിക്കെന്നാ ഒരു വയറെണ്ണ ഏതാടാ ഓക്കെയല്ലേ? അങ്ങനെ ഒരു ബോക്സ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലൈറ്റെല്ലാം കത്തിച്ച് നോക്കി എല്ലാം വർക്കിംഗ് ഒക്കെയാണ്, എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മേളിലൊട്ടിച്ചിരിക്കുന്ന പേപ്പറും കൂടി ഇളക്കി മാറ്റണം. അപ്പോൾ ആ ഒരു പേപ്പറും കൂടി ഇളക്കി മാറ്റിയാൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫിനിഷ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പേപ്പർ ഒട്ടിച്ചിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് ആ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ഇത് ഇളക്കി മാറ്റിയിട്ട് ആ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടും കൂടിയൊക്കെ വരുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഈ ഒരു ലൈറ്റ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ കത്തിയിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കസേരയിരിക്കുന്നതാണ് എൻ്റെ മലയാളി. നിനക്കും വേണ്ട അച്ചു അതുപോലെ ഒരെണ്ണം ഇറക്കണ്ടേ? ഏതാ വലുതോ ചെറുതോ? അങ്ങനത്തെ ആ ഒരു പേപ്പറുകളെല്ലാം ഇളക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു സാധനം ഇട്ട് നോക്കണം കേട്ടോ. ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് വേറെ ലെവൽ ലുക്ക് ഈ സാധനം. ഇതങ്ങനെ ഫൈനലി നമ്മളുടെ സൽമാൻസിൻ്റെ നെയിം ബോർഡ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി ഇതും കൂടി സെറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ സംഗീത ഓഡിഷൻ എന്നുള്ള മറ്റൊരു കിട്ടില്ല വണ്ടിയുടെ അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ വീണ്ടും കാണാം. നമ്മളുടെ ഇൻസ്റ്റാ പേജും കൂടെയൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ.